കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 57ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ധ്യാനിക്കുക കൊച്ചുത്രേസ്യയുടെ ഫാമിലി പ്രെയറിനെ കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ചാണ്. നമുക്ക് ഈ ചിന്താധാരയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കൊച്ചുത്രേസ്യയെ ഈ ചിന്താരീതിയിൽ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കൊടുക്കാം. ഒന്നാമതായിട്ട് അവളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് അവളുടെ മാതാപിതാക്കളായ വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിഗൊരിനുമാണ്. കുടുംബജീവിതത്തോടും പ്രാർത്ഥനയോടുമുള്ള അവരുടെ പ്രതിബദ്ധത, കുടുംബത്തിനുള്ളിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്വന്തം ധാരണയെ ഏറെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മളൊരു വചനഭാഗത്തിലേക്കാണ് നോക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവർ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈ വാക്യം കുടുംബ പ്രാർത്ഥനയുടെ ശക്തിയെ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. വീണ്ടും സങ്കീർത്തനങ്ങൾ 127-ാം സങ്കീർത്തനം 1-ാം വാക്യം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കുടുംബജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ആവശ്യകത ഈ വാക്യം ഊന്നി പറയുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്താരീതികൾ അതിനൊരു 5 തലങ്ങളിൽ വിവരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് സെൻട്രാലിറ്റി ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ഒരു കേന്ദ്രമായി പ്രാർത്ഥന ഒരു കേന്ദ്രമായി തീരുക എന്നുള്ളത്. രണ്ടാമതായിട്ട് മോഡലിംഗ് പ്രെയർ, മറ്റുള്ളവർക്ക് മോഡലായി തീരുന്ന പ്രാർത്ഥനകൾ. മൂന്നാമതായിട്ട് കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഒരു സമൂഹം. നാലാമതായിട്ട് എൻകറേജ്മെൻറ്റ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്, ഓരോരുത്തരെ സ്പിരിച്വൽ ഗ്രോത്തുകളെ ഈ കുടുംബ പ്രാർത്ഥന പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടിരുന്നു. നാലാമതായിട്ട് ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്, ഈ കുടുംബ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തെ പകർന്നു കൊടുക്കൽ. ഈ 5 തലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ കാണാം. ഒന്നാമതായിട്ട് സെൻട്രാലിറ്റി ഓഫ് പ്രെയർ. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രാർത്ഥനയായിരിക്കണമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ എപ്പോഴും വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കുന്ന പ്രകാശകിരണമാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അവൾ കൊടുക്കുന്ന നിർവചനം ഒന്ന് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇരുട്ടുകളെ അതിനെ മാറ്റിക്കളയുന്ന, അല്ലെങ്കിൽ അവിടെ പ്രകാശം കൊടുക്കുന്ന പ്രകാശത്തിൻ്റെ കിരണങ്ങളാണ് ഈ പ്രാർത്ഥന. പ്രാർത്ഥന വരുന്നതനുസരിച്ച് ജീവിതത്തിലെ ഇരുട്ടുകൾ, അതുപോലെ ഭവനത്തിൽ നിന്നാലും ഇരുട്ട് മാറിപ്പോകും. അതാണ് അവൾ പറഞ്ഞു വയ്ക്കുക. അവളുടെ സഹോദരി സെലിൻ എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അവളുടെ കുടുംബത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് അവൾ പറയുക, നമ്മുടെ ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനകൾ, സഹോദരി പറയാണ്, നമ്മുടെ ഒന്നിച്ചുണ്ടായിരുന്ന പ്രാർത്ഥനകളൊക്കെ അത് സ്നേഹത്തിൻ്റെ ബന്ധങ്ങളെ ഏറെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഇതിൻ്റെ രണ്ടാമത്തെ തലമെന്ന് പറയുക മോഡലിംഗ് പ്രെയർ. അവളുടെ മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും അവൾ നിരീക്ഷിച്ചു. അത് ശക്തമായൊരു ആത്മീയ അടിത്തറ അവൾക്ക് പകർന്നു നൽകി. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: ദിവസവും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു. നോക്കി, അവളുടെ അപ്പനിലേക്കും അമ്മയിലേക്കും തിരിഞ്ഞുകൊണ്ട്, അവരുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് പറയുക, എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ നിന്ന്. അവർ ഞങ്ങൾക്ക് അത് വ്യക്തമാക്കി തന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: അമ്മ പ്രാർത്ഥിക്കുന്നത് കാണുന്നത് വിശ്വാസത്തിൻ്റെ ആദ്യ പാഠമായിരുന്നു. അവളുടെ അമ്മയായ സെലിഗൊരിനിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറയുകയാണ്, ഈ അമ്മച്ചിയുടെ പ്രാർത്ഥനകൾ എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആദ്യ പാഠമായിരുന്നു. നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ് ഈ പ്രാർത്ഥനാ ശൈലികളെക്കുറിച്ച്. മൂന്നാമതായിട്ട് കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്, വിശാലമായ സഭാസമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്ന സ്നേഹവും പിന്തുണയും തഴച്ചു വളരാൻ കഴിയുന്ന ഒരു ചെറിയ വിശ്വാസ സമൂഹത്തെ കുടുംബ പ്രാർത്ഥന സൃഷ്ടിക്കുന്നു. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ പറയുന്നു:
കുടുംബ പ്രാർത്ഥന വിശ്വാസത്തിൽ ഏകീകൃത ഹൃദയങ്ങളുടെ ഒത്തുചേരലാണ്. അപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്നിച്ച് കൂടിച്ചേരുമ്പോൾ അത് ഒരേ മനസ്സുള്ള ഹൃദയങ്ങൾ, ഒരേ രീതിയിലുള്ള ഹൃദയങ്ങളുടെ ഒരു ഒത്തുചേരലാണ് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, നമ്മൾ ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ ഒരു വിശുദ്ധ ഇടം സൃഷ്ടിക്കുന്നു. അപ്പം അവളവളുടെ ജീവിതത്തിൽ നോക്കിയാണ് പറയുക, നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിക്കഴിയുമ്പോൾ, പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു വിശുദ്ധ ഇടമായിട്ട് തീരുകയാണ്, അല്ലെങ്കിൽ ഒരു പരിശുദ്ധമായ സ്ഥലമായി തീരുകയാണ് നമ്മുടെ കുടുംബം. അവളുടെ 4ാമത്തെ തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് പറയുക, എൻകറേജ്മെൻറ്റ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. മുടങ്ങാതെയുള്ള കുടുംബ പ്രാർത്ഥന ആത്മീയ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. ദൈവവുമായുള്ള അവരുടെ ബന്ധം ഒന്നിച്ച് ആഴത്തിലാക്കാൻ വ്യക്തികളെ സഹായിക്കുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, കുടുംബ പ്രാർത്ഥനയിൽ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വ്യക്തിഗത വഴികൾ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ കുടുംബത്തിൽ ഒന്നുചേർന്നുള്ള പ്രാർത്ഥന അത് ഓരോ വ്യക്തിയെയും വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ള വഴി തുറന്നു കിട്ടുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആത്മീയ യാത്രകളിൽ നമ്മളെ നയിക്കുന്നു. നമ്മൾ ഒന്നിച്ച് ഉരുവിടുന്ന പ്രാർത്ഥനകൾ നമ്മുടെ വ്യക്തിഗത യാത്രയിൽ, ആത്മീയ യാത്രയിൽ ഏറെ സഹായകമായി തീരുന്നു എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. 5ാമത്തെ തലം എന്ന് പറയുക ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറുന്നതിനും ആത്മീയ മൂല്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്നതിനും കുടുംബ പ്രാർത്ഥന അനിവാര്യമാണെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രസ്താവിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തിൻ്റെ മക്കൾക്ക് വിശ്വാസത്തിൻ്റെ ജ്വാല പകർന്നു കൊടുക്കുന്നു. അവൾ ഉൾക്കാഴ്ച നോക്കിയേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ മക്കൾക്ക്, ബാക്കിയുള്ളവർക്കൊക്കെ വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, ഓരോ പ്രാർത്ഥനയും കുടുംബത്തിൻ്റെ ഹൃദയത്തിൽ പാകിയ വിത്താണ്. കുടുംബത്തിൽ ഉരുവിടുന്ന പ്രാർത്ഥനകൾ അതൊരു വിത്താണ് ഈ കുടുംബത്തിൻ്റെ ഹൃദയത്തിൽ. അതിങ്ങനെ വളർന്ന് പന്തലിക്കും, ഒരു ആത്മീയ അന്തരീക്ഷം കൊണ്ടുവരുവാനായിട്ട് ഇടവരും. സ്നേഹമുള്ളവരെ, കൊച്ചു ത്രേസ്യയുടെ കുടുംബ പ്രാർത്ഥനയുടെ 5 തലങ്ങളിലേക്ക് നോക്കി നമുക്ക് ഇതെങ്ങനെയാണ് ആത്മീയ തലങ്ങളെയും മനഃശാസ്ത്ര തലങ്ങളെയും സാമൂഹിക തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. കുടുംബ പ്രാർത്ഥനയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ നൽകിയ ഊന്നൽ ആഴത്തിലുള്ള ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കുന്നതിനും സാമുദായിക ബന്ധങ്ങൾ വളർത്തുന്നതിനും അതിൻ്റെ പങ്ക് എടുത്തു കാണിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്ര തലം. കുടുംബ പ്രാർത്ഥനയ്ക്ക് വൈകാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുവാനും വ്യക്തിഗത വളർച്ചയ്ക്കും മാനസിക ക്ഷേമത്തിനും അനുകൂലമായ അന്തരീക്ഷം നൽകുവാനും ഏറെ സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് സാമൂഹിക തലം. കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്കായി ശ്രദ്ധിക്കുന്നതിലൂടെ ആരോഗ്യകരമായ കുടുംബ ചലനാത്മകത നിലനിർത്തുന്നതിൽ ആത്മീയ ആചാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സാംസ്കാരിക ധാരണയ്ക്ക് കൊച്ചു ത്രേസ്യ ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചു ത്രേസ്യയുടെ ഫാമിലി പ്രെയർ ആ ഒരു കൺസെപ്റ്റിലേക്ക് നോക്കി നമുക്ക് ഈ അവസരത്തിൽ നമ്മോട് തന്നെ, നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ട് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. ഒന്നാമതായിട്ട്, എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ പ്രാർത്ഥനകൾ എങ്ങനെ എനിക്ക് സംയോജിപ്പിക്കുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, കുടുംബാംഗങ്ങളുമായുള്ള അല്ലെങ്കിൽ സമൂഹാംഗങ്ങളുമായുള്ള എൻ്റെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രാർത്ഥന എന്ത് പങ്കാണ് വഹിക്കുക? മൂന്നാമതായിട്ട്, എൻ്റെ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഭവനത്തിൽ ആഴത്തിലുള്ള ആത്മീയ ജീവിതം വളർത്തിയെടുക്കുവാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കുടുംബത്തിൻ്റെ മാതൃക എന്നെ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുക? പ്രിയമുള്ളവരെ, നമുക്ക് നമ്മോട് തന്നെ ഈ ചോദ്യങ്ങളൊന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും കൊച്ചു ത്രേസ്യ കാണിച്ചു തന്ന പ്രാർത്ഥനയുടെ ഈ വലിയ അരൂപി നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെയൊക്കെ ഏറെ സ്വാധീനിക്കുവാനായിട്ട് ഇടവരട്ടെ. ഇന്ന് നിമിഷം നമുക്ക് ഒന്നുചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോ ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവ തിരുവനസുള്ള പൂർണ്ണമായ കയ്യാൾപ്പിൻ്റെ ദർപ്പണമായ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം.
ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കൊച്ചുറേസ്യയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിൽ, സമൂഹത്തിൽ പ്രാർത്ഥനയുടെ അരൂപിയെ വളർത്തിയെടുക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമീൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്റെ ഇഷ്ടദാസിയായ ലിസിയോല ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവളുടെ ആ കുടുംബം, ലൂയി മാർട്ടിനും സെലിഗൊരിനും ഈ മക്കളെല്ലാം അടങ്ങിയ കുടുംബം പ്രാർത്ഥനയുടെ എത്രയോ വലിയ കുടുംബമായിരുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും ഈ കുടുംബത്തിൽ, ലിസിയോയിലെ കുടുംബത്തിൻ്റെ മാതൃകയിൽ അങ്ങ് വളർത്തണമേ. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട പുണ്യവതി, നിൻ്റെ കുടുംബത്തിൽ ജ്വലിച്ചുയരുന്ന ആ കുടുംബാന്തരീക്ഷം, പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലൊക്കെ എപ്പോഴും വളർന്നു വരുന്നതിന് വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുറേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലെ ഈശോദൻ